ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വ്ളോഗിംഗ് നൂറ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖമാണ്. അപ്പോൾ ഇഡ്ഡലിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ 2 തട്ടിലും പാടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇഡ്ഡലിയൊക്കെ ആകട്ടെ. പിന്നെ ഈ 2 തട്ട് തന്നെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. പിന്നെ വേണമെങ്കിൽ അപ്പോൾ വേണിച്ചങ്ങ് ചൂട്ടോടെ ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ചൂടാറാത്ത പാത്രത്തിൽ അങ്ങനെ ആക്കി വെക്കുക ഒന്നുമില്ല. വേണമെങ്കിൽ അപ്പം ഉണ്ടാക്കി കഴിക്കും. ദോശ അങ്ങനെ തന്നെ കേട്ടോ. ദോശ വേണമെങ്കിൽ അപ്പം ചൂട്ടോടെ ഉണ്ടാക്കുക. പിന്നെ വേറെ വല്ല പത്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെച്ചെങ്കിൽ ഉണ്ടാക്കി വെക്കുള്ളൂ. അപ്പോൾ ഇത് 2 തട്ടും എടുക്കുന്നുണ്ട് കേട്ടോ. ചൂട്ടോടെ തന്നെ അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് ഇറക്കി വെച്ചതാണ് കേട്ടോ. ഗ്യാസിൽ നിന്ന് താഴേക്ക് വെച്ചു. എന്നിട്ട് അങ്ങനെയാണ് പിന്നെ എടുത്തത്. അപ്പോൾ 2 തട്ടും എടുത്തിട്ടുണ്ട്. ഇത് മതി, 3 ആൾക്കും ഇത് മതി കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ അപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ മുളക് ചട്ടണി കുറച്ച് അരച്ചിട്ടുണ്ട്. മുളക് ചമ്മന്തി ഇല്ലേ, തക്കാളിയൊക്കെ അരച്ചിട്ട് അങ്ങനെ അതും അരച്ചിട്ടുണ്ട്. പിന്നെ അത് തേങ്ങാ ചട്നിയും കുറച്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ അത് ഇന്നലത്തെ മീൻചാറാണ്. അത് മാങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇഡ്ഡലിയൊക്കെ കൂട്ടി കഴിക്കാൻ മാങ്ങ ഇട്ട് വെക്കും. പിന്നെ മീൻചാറും ഒന്ന് പഴകി കഴിഞ്ഞാൽ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. പിന്നെ അവർ വാപ്പിയും മകളും ചമ്മന്തിയും ചട്നിയൊക്കെ കൂട്ടിയിട്ട് അവർ കഴിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് വെള്ളമൊക്കെ ചൂടായപ്പോൾ അരി ഇട്ടിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വെള്ളം അങ്ങനെ നല്ലൊന്ന് കാഞ്ഞ് വരുന്നുള്ളൂ. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ തറവാട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് വേറൊരു കനലുള്ള വറകൊക്കെ വെച്ച് കൊടുക്കേണ്ടത് വെച്ച് കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ വരുമ്പോഴത്തേനൊക്കെ ചോറ് ഏകദേശം വേകും കേട്ടോ. അപ്പോൾ അത് ചോറൊക്കെ വെന്ത് കിട്ടാം. വരുമ്പോഴത്തേനും ചോറൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ ഞാൻ പറയും ഒന്ന് ഇളക്കി വിടിട്ടാ പറയും. തീയൊക്കെ ഒന്ന് നീക്കി വിട്, വറകൊക്കെ ഒന്ന് നീക്കി വിട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ വറക് കൊള്ളിയൊക്കെ താഴത്ത് വീഴും. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പിന്നെ അവൾ പിന്നെ വേഗം കത്തിച്ച് വിടും കേട്ടോ. കത്തിച്ച് വിട്ട് പറഞ്ഞാൽ ചോറൊക്കെ വേകുമല്ലോ വരുമ്പോഴത്തേനും. അങ്ങനത്തെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. കരണ്ടിയിൽ കുറച്ച് ചോറുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ ഒന്നും കൂടെ അതിൽ തന്നെ കൊട്ടിയതാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ പിന്നെ ഞാൻ ഊറ്റിയിട്ടാ. ചോറൊക്കെ ഊറ്റിയതിന് ശേഷം പിന്നെ ഇപ്പോൾ കുറച്ച് പരിപ്പ് വേവിക്കാൻ വെച്ചതാണ്. പരിപ്പൊക്കെ ഒന്ന് വേകട്ടെ. നല്ല അടുപ്പിൽ നല്ല കനലൊക്കെ ഉണ്ട് കേട്ടോ. പരിപ്പൊക്കെ അപ്പോൾ വെന്ത് പിന്നെ പരിപ്പൊക്കെ അടുപ്പിലിട്ടിട്ട് പിന്നെ ഞാൻ ഉമ്മറൊക്കെ ഒന്ന് അടിച്ച് തുടക്കാൻ പോയി. മുറ്റമൊക്കെ പിന്നെ രാവിലെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മറൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിട്ട് പിന്നെ ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വാരി കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടാ. അതൊക്കെ മടക്കി വെച്ച് വരുമ്പോഴത്തേനാണ് പിന്നെ പരിപ്പൊക്കെ വെന്തത്. പിന്നെ പരിപ്പ് വെന്തതിന് ശേഷം പിന്നെ ഇത് എന്താ പറയുക, തേങ്ങ വറുക്കാൻ പോകുകയാണ് കേട്ടോ സാമ്പാറിലേക്ക്. അപ്പോൾ ഉലുവി കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടിയ ശേഷം ഈ തേങ്ങനയിൽ കൊട്ടി കൊടുത്തിട്ടാ. തേങ്ങനയിൽ കൊട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് ചെറിയുള്ളി ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഒന്ന് നിറം മാറണ വരെ ഒന്ന് ഇതാക്കി എടുക്കണുള്ളൂ, വറുത്തെടുക്കണുള്ളൂ. പിന്നെ ഒരു പിടി കറുവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറുവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ചട്ടി നല്ല ചൂടായിട്ടാ. ചട്ടി നല്ല ചൂടായതിന് ശേഷം പിന്നെ ആ തേങ്ങ ഒന്ന് എന്തായാലും വാരി വെക്കണം. അല്ല ഇരുമ്പ് ചട്ടിയല്ലേ, ഇരുമ്പ് ചട്ടിയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അത് നല്ല ഒന്ന് നിറം മാറും, കറുപ്പ് നിറമാകും. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഒന്ന് വാരി വെച്ചതിന് ശേഷം പിന്നെ ഈ വെണ്ടക്ക ഒരു 4-5 വെണ്ടക്ക ചെറുത് കിട്ടാ. കുറേ വെണ്ടക്ക ഉണ്ടായിരുന്നു, ഒക്കെ കേട് വന്ന് പോയിരിക്കുന്നു കേട്ടോ. അപ്പോൾ കേട് വന്നാൽ അതിനൊക്കെ പിന്നെ ഒന്ന് വലിച്ചെറിഞ്ഞ് പിന്നെ നമുക്ക് സാമ്പാറിലൊക്കെ ഒത്തിരി മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് 2-3 വെണ്ടക്ക കേട്ടോ, അത്രയേ ഉള്ളൂ ചെറുത്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് വതക്കിയെടുത്തതിന് ശേഷം പിന്നെ വീണ്ടും ഈ തേങ്ങ അതിൽക്കന്നെ ഇട്ട് കൊടുത്തിട്ടാ. തേങ്ങ അതിൽക്കന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ ചൂടാറിയല്ലോ. പിന്നെ ഈ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. നല്ലോണം അതൊന്ന് വറുത്തെടുത്തിട്ട് അരച്ച് പറഞ്ഞാൽ സാമ്പാർ നല്ല മണമാണ് കേട്ടോ. പിന്നെ കായ ഉണ്ടെങ്കിൽ കായൊക്കെ ഇട്ട് കൊടുക്കുക. കായ ഇല്ല എൻ്റെ അടുത്ത്, കായപ്പൊടിയും ഇല്ല. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് പറഞ്ഞാൽ നല്ലൊരു മണമുണ്ട് സാമ്പാറിൻ്റെ. അല്ലെങ്കിലും ഇങ്ങനെ ചെയ്താൽ നല്ലൊരു മണമാണ് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പരിപ്പൊക്കെ പിന്നെ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ കുമ്പളങ്ങ, മുരിങ്ങക്കായ്, വാഴക്ക ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ വെണ്ടയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് വീട്ടിലുള്ള പച്ചക്കറി വെച്ചിട്ട് അങ്ങനെ ഒരു സാമ്പാർ കേട്ടോ. വാഴയ്ക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടതാണ്. എന്നിട്ട് പിന്നെ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും തക്കാളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പിട്ടതിന് ശേഷം ഞാൻ അടച്ച് വേവിക്കുകയാണ്. അപ്പോൾ എന്തായാലും കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകട്ടെ കേട്ടോ. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നൂറ വ്ളോഗിലുള്ള സപ്പോർട്ട് എനിക്ക് ഇതിലും തരുന്ന എല്ലാവരും.
ഞാനും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഒഴിവനുസരിച്ചിട്ട്. എല്ലാവരും ആര് വന്നാലും ഞാൻ അവരുടെ വീഡിയോ കാണാറുണ്ട്. പക്ഷേ ചില സമയത്ത് ഒഴിവുണ്ടാവില്ല. അപ്പോൾ ഒഴിവനുസരിച്ച് ഞാൻ കാണാറുണ്ട് കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അത് സാമ്പാറൊക്കെ ആയിട്ടുണ്ട്. സാമ്പാറായതിന് ശേഷം പിന്നെ തേങ്ങയൊക്കെ കലക്കി കൊടുത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു കേട്ടോ. പച്ച മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഒന്ന് താളിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് കടുകും കറുവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചിട്ട് തീയൊക്കെ നല്ലോണം കത്തുന്നുണ്ട്. ഇരുമ്പ് ചട്ടിയല്ലേ, വേഗം ചൂടാവുകയും ചെയ്യും. അപ്പോൾ സാമ്പാറൊക്കെ ഒന്ന് താളിച്ചെടുത്ത് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ കൂർക്കയാണ് കേട്ടോ വെക്കണത്. കൂർക്ക ഒന്നൊക്കെ ചുരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കൂർക്കയൊക്കെ ഒന്ന് വേകട്ടെ. പിന്നെ ഇത് ചെറിയുള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക് ഇട്ടിട്ട് താളിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിച്ചിട്ട് ഒന്ന് കുത്തി വെക്കണം. അപ്പോൾ അതൊക്കെ കൂർക്കയൊക്കെ വെന്തിട്ടുണ്ട്. കൂർക്ക വെന്തതിന് ശേഷം പിന്നെ ഞാൻ ചെറുള്ളിയൊക്കെ ഒന്ന് കുത്തിച്ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വെളുത്തുള്ളിയും. അപ്പം ഇനി അതൊക്കെ ഒന്ന് ഇട്ടിട്ട് താളിക്കണം കേട്ടോ. അപ്പോൾ അതാ കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ടതിന് ശേഷം പിന്നെ അതാ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണക്കമുളക് കേട്ടോ, 5-6 നമുക്ക് ഈ കൂർക്കൊക്കെ എരിവിന് ആവശ്യമായ ഒരു 5-6 ഉണക്കമുളക് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം നല്ല ആ വെളുത്തുള്ളിൻ്റെയും ചെറുള്ളിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ ആ സ്മെല്ല് വരുന്നവരെ നല്ലോണം ഒന്ന് വതക്കിയെടുക്കുക. വതക്കിയെടുത്തതിന് ശേഷം ഈ കൂർക്ക അതിലേക്ക് കൊട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, അടുക്കള കാര്യം. പിന്നെ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇനിയിപ്പോൾ വേറൊരു കൂട്ടാനൊന്നും വേണ്ട. അപ്പോൾ കൂർക്കപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. താങ്ക് യു.